മഹോത്സവം നമ്മുടെ ഉത്സവ ചരിത്രത്തിൽ എന്നും ഇടം പിടിക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്നാണ് ആഘോഷ കമ്മിറ്റിയുടെ വലിയൊരു ആഗ്രഹം. ഇന്നിവിടെ എത്തിയ ബേക്കൽ സബ് ഡിവിഷൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. പ്രധാനമായിട്ടും അല്ല, അത് ഉത്സവത്തിന് വരുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ളതും അല്ലെങ്കിൽ പല നാടുകളിൽ നിന്ന് വരുന്നതും പല സംസ്കാരത്തിൽ വരുന്നതും പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഒരു ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ടും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ, ഏതൊക്കെ നിങ്ങൾക്കറിയാം, ഒരാൾ അമ്പലത്തിൽ രണ്ടുപേരും ഒരു കുടുംബത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു വാഹനം നിർബന്ധമായിട്ടും എല്ലാവരും ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കാർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ ബൈക്കും കൊണ്ട് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും നമ്മൾ ഒരു ബൈക്ക് എടുത്തിട്ട് മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. അതായത് പബ്ലിക് കൺവെൻസ് സിസ്റ്റം നമുക്ക് അകത്തില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രൈവറ്റ് വെഹിക്കിളിൽ മാത്രമേ നമുക്ക് വരികയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ നമുക്കൊന്ന് ഇത് അകത്തോളം നമ്മൾ വണ്ടി കയറ്റി വിട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഭയങ്കര കൺജഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ എന്നുള്ളതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്താനും കാര്യങ്ങൾക്ക് വേണ്ടത്. ആ പാർക്കിംഗ് ഏരിയ എന്നല്ല, നന്ന ദൂരത്താണെങ്കിൽ അത്രയും ദൂരം ഞങ്ങൾ നടന്നുണ്ടോ. പലപ്പോഴും ഞങ്ങൾ ആരെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകണം, അല്ലെങ്കിൽ ഒരു 500 മീറ്റർ നടക്കാനാകുമ്പോൾ ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാ ഞങ്ങൾ വണ്ടി കൊണ്ട് അകത്തു പോകും. അതിൽ പ്രധാനപ്പെട്ട പറയുന്നത് എന്തായാലും നമ്മൾ ID കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്കിട്ട് വരുന്ന ഒരാൾ ID കാർഡും ചുവന്നുകൊണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ വെച്ചെടുക്കുന്നു, സാർ ഞാൻ കമ്മിറ്റിയാണ്, ഞാൻ ഇന്നാളാണ്, എനിക്ക് ഇന്നലത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന പബ്ലിക്കിന് ചെറുതായിട്ടും എന്താ ഞങ്ങൾക്ക് ഒരു വേർതിരിവ് അല്ലെങ്കിൽ അവർ ഞങ്ങൾ അതിഥികളായിട്ട് കൊണ്ടുപോകേണ്ടല്ലേ എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർക്കിംഗ് ഏരിയ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് മാത്രം വാഹനം കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഒന്നാമത്തെ കാര്യം. തീർച്ചയായിട്ടും ഞാൻ രണ്ടാമത് പറഞ്ഞത് പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് രണ്ടാളെ മദ്യപിച്ചിട്ട് വന്നു, മദ്യപിച്ചിട്ട് എന്തോ ചെറിയ തർക്കം വന്നതേ ഉള്ളൂ. ആ തർക്കം അല്ലെ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ കൂടിയ സ്ഥലത്ത് ചെറിയൊരു തർക്കത്തിൽ നമുക്ക് ഏത് തരത്തിലൊക്കെ ആൾക്കാർ അത് ഒടിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അയാൾ ഇന്ന ഭാഗത്തിലെ ആളാണ്, ഇന്ന ആൾ ശരിയല്ല, ഇന്ന ഭാഗത്തിലെ ആൾ ഇതിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ആൾ, ആ തരത്തിൽ അവർ ഒരു എന്താ പറയുക ഒരു തല്ല് എന്നുള്ള വകയിൽ എത്തുമ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. അപ്പോൾ പോലീസ് രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിൽ വരെ കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നോട്ട് ഏത് തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് ഉദ്ദേശത്തില്ല, ഏത് ഉദ്ദേശത്തിൽ ആൾ വന്നോട്ടെ, എന്തായാലും പോലീസ് ഒരു 19 പേര് ഒരു 50 പേരെങ്കിലും ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ പോലീസ് പാർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ കാര്യം എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ SIമാരുടെ ഫോൺ നമ്പർ ഉണ്ടാവും. ഒന്ന് വിളിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ പ്രായമുള്ളവരെ അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ നമ്മൾ ചെറുപ്പക്കാരാകുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഏതെങ്കിലും ഇടത്തുള്ള ഒരു പ്രശ്നം ഇവിടെ തീർക്കുക എന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു മോശം രീതിയിൽ പോകാത്ത രീതിയിൽ നമുക്കത് തടഞ്ഞ് നിർത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ചടങ്ങിന് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഏത് ചടങ്ങ് കഴിഞ്ഞാലും ഒപ്പള ചടങ്ങിന് നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും അത് ആ സമയത്ത് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ച് തല്ലി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടോ, തീർച്ചയായിട്ടും ആ ചടങ്ങിനിടയിൽ മൊത്തം പോലീസുകാരുണ്ടാവും. ജസ്റ്റ് അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതി. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം പോയെടുക്കുന്ന 2 ഫോൺ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ആയിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോലീസ് ഉണ്ടാവും. അത് നിയമ കാര്യങ്ങളോ നമ്മൾ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. അത് നിങ്ങളൊന്ന് ഞങ്ങളെ കണ്ണിൽ പെടാത്തൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് നേരെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തർക്കം ഒരിക്കലും വരുത്താൻ പാടില്ല. ഈ മുന്നറിയിപ്പിന് ഞങ്ങളുണ്ടാവും. ഞങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി, ഞങ്ങളത് നോക്കിക്കോളാം, അതൊരു പ്രശ്നം കാര്യമില്ല. പിന്നെ വരുന്നത് ഭക്ഷണ സ്ഥലത്തുള്ള ഒരു തിരക്കാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു പനയാലിൽ സാധാരണ എങ്ങനെയായാലും ഒരു ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 പേരുടെയെങ്കിലും മാല പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് അങ്ങനെ ഒരു പരാതി വരാൻ ഇടയാക്കിയിട്ടില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ CCTVകൾ കുറവാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാർ മാത്രമേ ഉള്ളൂ. കുറച്ച് ബോർഡുകൾ എഴുതിയിട്ട് ഇവിടെ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ബുക്കാണെങ്കിൽ വരുന്നവർക്ക് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഉണ്ട്. സാധാരണ നമ്മൾ ഏത് ഉത്സവത്തിനായാലും ഒരു 5 ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 50 ബോർഡുകൾ വെപ്പിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് ബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ CCTV എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബേഡത്തിലാന്ന് തോന്നുന്നു, ബേഡത്തിൻ്റെ അവിടുന്ന് CCTVയിൽ ആളെ കിട്ടി. പുറത്തുനിന്ന് വന്ന 2 തമിഴ് സ്ത്രീകളായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും നോക്കി ഇന്നാളാണെന്ന് നോക്കി പറ്റാൻ പറ്റില്ല. സാധാരണ പോലീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നവരെ
കൃത്യമായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ടെന്നും അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് ഉണ്ടെന്നും വരുന്ന ആൾക്കാരെ അവർ പൂർണ്ണമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വരുമ്പോൾ വേറെ കുറേ ആൾക്കാരും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാറില്ല. ഇനി എന്തെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അനൗൺസ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് നമുക്ക് ഇത്രയും ആൾക്കാർ കൂട്ടം അത് ഒരുപാട് ആൾക്കാർ കൂട്ടി വരുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് പ്രിപ്പറേഷൻ കൊടുക്കുക. അതായത് ആൾക്കാരുടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാർ അവരുടെ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഈ സാധനങ്ങളോ ഒന്ന് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഞങ്ങൾ വാച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകാറുണ്ട്. പിന്നെയുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കേട്ടിട്ടുണ്ടാവും, അത് ഈ മദ്യം മയക്കുമരുന്ന്. കാരണം ഉത്സവ സ്ഥലത്ത് പലതരത്തിലെ ആൾക്കാരും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രിമൈസിൽ വെച്ചിട്ട് അത്തരം ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഉത്സവത്തിൻ്റെ മുന്നോട്ടുള്ള സമാധാനമായിട്ടുള്ള മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യം ഉണ്ടെങ്കിലും ഞാനിവിടെ തന്നെ ഒരു വലിയ വണ്ടിയും എല്ലാം ചെറിയ വണ്ടി എല്ലാം ഉണ്ടാവും, അത് കൃത്യമായിട്ട് ആക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളാരും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് ആശംസ. അതല്ല നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ പ്രിൻറ്റിങ് പ്രസ് അല്ലെങ്കിൽ ഫ്ലക്സ് പ്രിൻറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ വരുന്നത് ആശംസകൾ അർപ്പിച്ച് കൊണ്ടാണ്. നല്ല രീതിയിൽ ആശംസകളോ കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടില്ല. കാരണം ഉത്സവമാണ്, തീർച്ചയായിട്ടും നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അതിൽ ആശംസ ചെയ്യുന്നത് എന്തായിക്കോട്ടെ. അതുകൂടാതെ ഡെക്കറേഷനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പനയാലിൽ ഇതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ഓരോ ക്ലബ്ബുകാർ ഓരോ പൊളിറ്റിക്സ് അവരുടെ ഓരോ ബാനർ വെക്കുന്നതിലോ കാര്യങ്ങളോ ബുദ്ധിമുട്ടില്ല. പക്ഷേ അവരുടെ വഴിക്ക് നമ്മൾ ഓരോ ആൾക്കാരും പ്രതികരിച്ചുകൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും യോജിച്ചുകൊണ്ട് അത് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ നടത്തുന്നൊരു ഉത്സവമാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കളറിലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിയെന്ന് വെച്ചിട്ട് ഒരു നാനാവർണ്ണ കളറിൽ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒഴിഞ്ഞു കിട്ടാം. അല്ലെങ്കിൽ നമുക്കൊരു മേക്കോമിൻ്റെ സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഇന്നാളുടെ കൂടുതലുള്ള സ്ഥലമാണ്, അവർക്ക് മേൽക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്നു എന്നുള്ള രീതി ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത്. കാരണം നമുക്ക് പിന്നെ അത് നോക്കാനായിരിക്കും കൂടുതൽ സ്ഥലം. ഇവിടെ വരുന്നവരെ നോക്കാനുള്ള എന്താ പറയുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കളറും വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആ ഭാഗം നമുക്ക് നന്നായിട്ട് ഒഴിഞ്ഞു പോകാൻ പറ്റും. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വരുന്നവരൊക്കെ നമ്മൾ അതിഥികളാണ്. നമ്മൾ എത്ര ആൾക്കാരാണ് അവർ സ്വീകരിക്കുന്നത്, അവരെ നല്ല രീതിയിൽ തെയ്യം കണ്ടും അതിൽ ചടങ്ങുകൾ വീക്ഷിച്ചിട്ടു പിറ്റേ ദിവസം അന്നദാനം നടത്തി ആ ഭക്ഷണം കഴിച്ചിട്ട് പോവുക എന്നുള്ളത് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തറവാട്ടിൽ നടന്ന ഉത്സവം എല്ലാം കൊണ്ടും അത് പ്രൗഢഗംഭീരമായിട്ട് നടത്തപ്പെട്ടു വന്നു, ഒരു പ്രശ്നമില്ലാതെ നടത്തപ്പെട്ടു എന്ന് കൂടി നമുക്ക് പറയിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇതിന് ഇത്ര മാത്രമേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും കുറച്ച് അതായത് രാത്രിയും കാലങ്ങളിലും കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടുക എന്നുള്ളത് മാത്രമേ. അത് ബുദ്ധിമുട്ടാൻ നമ്മുടെ നാട്ടുകാരേ ഉള്ളൂ. നമ്മളാണ് അതിൻ്റെ വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുക, നമ്മൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളും കിട്ടുന്നത് എന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. നമുക്ക് പ്രസാദം അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിരക്ക് വരുന്ന ഏരിയയുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്ത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് ഇപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആതിഥ്യ മര്യാദയിൽ ഒരു കുറവുണ്ടാവില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വരുന്നവർക്ക് അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഒരു ഗ്ലാസ് അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആ സമയത്ത് കൊടുക്കാനുള്ള ഇതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതുകൂടാതെ അവരുടെ പ്ലേറ്റോ സാറിന് ഇപ്പോൾ നമ്മളാരും പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലല്ലേ ഇപ്രാവശ്യം തന്നെ ഉപയോഗിക്കുന്നത് പ്ലേറ്റാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം പയ്യന്നൂരുണ്ടായിരുന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നത് ഇലയിൽ നിന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കും ഞാനവിടെ ആ സമയത്ത് ആയിരുന്നു, ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. പിറ്റേ ദിവസം ഫുഡ് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇലയിൽ നിന്നാണ് ഈ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്ലേറ്റ് ആണെങ്കിൽ അത് ആ ഭാഗത്ത് നിന്ന് കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും വരും തലമുറ തീർച്ചയായിട്ടും അത്രയും നല്ല രീതിയിലാണ് കുറുക്കംകുന്ന് ഉസ്മ വയനാട് ഉലകം തറവാട്ടിൽ ഉത്സവം നടത്തിയത് എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ നടത്താൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ട്. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് മനു, ഇവിടെ പുതിയതാണ്. ഈ പറഞ്ഞ പോലെ വലിയ പൂരങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ കണ്ട് വരുന്ന ആളാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഇതെനിക്കൊരു പുതിയ അനുഭവമാണ്. ഈ തെയ്യം അങ്ങനെ ഒരു അനുഷ്ഠാന ആചാരങ്ങളോട് കൂടിയുള്ള കാര്യങ്ങളൊന്നും ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതലായിട്ട് ഇവിടെ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും അത് എല്ലൻ്റെ ക്രമസമാധാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല.
സാറ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പാർക്കിങ്ങിൻ്റെ ആയാലും അതുപോലെ വളണ്ടിയർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായാലും അതുപോലെ ഇവിടെ വരുന്ന പലതരത്തിലുള്ള ആളുകളോട് പെരുമാറേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടായാലും ഇപ്പോൾ മെയിനായിട്ട് സാറ് പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ കേസാണ്. അപ്പോൾ അത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനെ വേറൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ കാര്യങ്ങൾ വഷളാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലീസിനെ പെട്ടെന്ന് അറിയിക്കാൻ തന്നെയായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങനൊരു ഇത്ര ഒരു കൂട്ടായ്മ കാണുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ കാണുന്ന പോലെ ഒരു ഫീലിംഗാണ് എനിക്കും അനുഭവപ്പെടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, കുറച്ച് തൃശ്ശൂർ സ്ലാങ് വരും. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ മഞ്ചേശ്വരം പോയപ്പോൾ അവിടെ വേറൊരു കൾച്ചർ കാര്യങ്ങളായിരുന്നു, ഒരു കർണാടകയോട് കുറച്ച് സാമ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൂടുതൽ ഒരു ശരിക്കും ഒരു കേരളത്തിലെ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു വർഷത്തെ വളരെ കഠിനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതിപ്പോൾ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അത് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ തന്നെയാണ് പരിപാടികൾ. അപ്പോൾ അതിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തന്നെ നടത്തുക. നിങ്ങൾ തന്നെ വളണ്ടിയർമാരുണ്ട്, കൂടുതൽ പോലീസിനെ ഇടപെടിക്കാതെ തന്നെ നടത്തുക. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഏത് സമയത്തും എപ്പോഴും നിങ്ങൾക്ക് ഏത് നേരത്തും 24 hour ഏത് സമയത്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള ഉത്സവങ്ങളിലെ മറ്റു കൂട്ടായ്മകൾ നേരത്തെ കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും താലപ്പൊലി മഹോത്സവങ്ങളും വയനാട്ട് പുലവൻ തെയ്യങ്കെട്ട് പക്ഷേ ആദ്യമായിട്ട് ഇപ്പോൾ കാസർഗോഡ് വന്നിട്ട് കഴിഞ്ഞ കൊല്ലമാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഒരു പ്രദേശത്തിന് അഭിമാനമാകത്തക്ക രീതിയിൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ഒരു നാടിൻ്റെ ഉത്സവം ഒരു പരാതി പോലും ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും സമൂഹത്തിൽ എത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഈ പോലീസിനെ പോലെ തന്നെ ഇതുപോലെയുള്ള ധാരാളം ജനങ്ങൾ കൂടുന്ന ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒട്ടേറെ ആശങ്കകളോടെയാണ് ആരോഗ്യവകുപ്പും എപ്പോഴും കാത്തിരിക്കുന്നത്. ഇതെല്ലാം ഭംഗിയായിട്ട് തീരുന്നതുവരെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളുണ്ടാകും. പൊതുവെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ ലംഘനങ്ങളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ കണ്ണടക്കേണ്ടി വരും. എന്നാലും പരമാവധി നിയമം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിപാടികൾ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ പഞ്ചായത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹരിത പ്രോട്ടോക്കോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. 200 പേരിൽ കൂടുന്ന ഒരു പരിപാടി പഞ്ചായത്തിൽ അറിയിക്കണം എന്നുള്ളതുകൊണ്ട് അത് തീർച്ചയായും അറിയിച്ചിട്ടുണ്ടാകും. അതുപോലെ ഈ തോരണങ്ങളും മറ്റ് അലങ്കാരങ്ങളും ഒന്നും കഴിവതും പ്ലാസ്റ്റിക് അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കടലാസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ നമുക്കറിയാം സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസും തന്നെയാണ് നമ്മൾ ആഹാര വിതരണത്തിന് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചില പരിപാടി ഉണ്ടാകും. കലവറ നിരക്ക് ഘോഷയാത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളുണ്ടെങ്കിൽ അതിനും നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നതിന് എന്ത് ചെയ്യുക, സ്റ്റീൽ ഗ്ലാസ് തന്നെ ഉപയോഗിക്കാം. പലയിടത്തും ഉത്സവ സ്ഥലങ്ങളിൽ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുമെങ്കിലും അനുബന്ധമായിട്ടുള്ള കാഴ്ചവരവ് പോലെയുള്ള പരിപാടികൾക്കൊക്കെ പലപ്പോഴും അത് ചിലപ്പോൾ പ്രാദേശിക ഉത്സവ കമ്മിറ്റിക്ക് ചിലപ്പോൾ നേരിട്ട് ബന്ധമുണ്ടാകില്ല. ആ കാഴ്ച കടന്നു പോകുന്ന പ്രദേശത്തുള്ള ആൾക്കാർ ചിലപ്പോൾ പ്രാദേശികമായിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതും നമ്മളൊരു ഉറപ്പ് വരുത്തുക. അവിടെയും ഹെൽത്ത് പ്രോട്ടോക്കോൾ പാലിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുമ്പോൾ ആഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ കാസർഗോഡ് ജില്ലയെ അപേക്ഷിച്ചിട്ട് കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാലും കുറച്ച് നാളുകൊണ്ടുള്ളൊരു പ്രശ്നത്തിൽ മഞ്ഞപ്പിത്ത ഒരു പ്രശ്നം തന്നെയാണ്. പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കാര്യങ്ങൾ അതാണ് ഏറ്റവും അപകടകരം. പണ്ട് കാലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അത്ര വലിയൊരു വിഷയമല്ല. നമ്മുടെ കരളിനെ ചെറുതായിട്ടൊന്ന് ബാധിച്ചിട്ട് അത് സുഖപ്രാപിക്കും. കുറച്ച് കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനാകും. മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്ത് സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് മനസ്സിലാക്കിയ ആരോഗ്യവകുപ്പിന് പണ്ട് സമാധാനമായിരുന്നു. കാരണം മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ അല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി പൂർണ്ണ സുഖം പ്രാപിക്കുമല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ ജനിതകപരമായ വ്യതിയാനം കൊണ്ടൊക്കെ ആയിരിക്കും ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വന്നാൽ പോലും മരണം സംഭവിക്കുന്നത്. തളിപ്പറമ്പിലൊക്കെയാണ് ഒരു കുടുംബത്തിൽ തന്നെ സഹോദരങ്ങൾ 2 പേരും മരണപ്പെട്ട സാഹചര്യം നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായി. ഇതൊരു ജലജന്യ രോഗമാണ്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമാണ്. അതിങ്ങനെ തന്നെയാണ് പലപ്പോഴും ഈ വലിയ പരിപാടികൾക്കൊക്കെ ശേഷം ഉണ്ടാകുന്ന ഫുഡ് പോയിസണിങ് അല്ലെ ഭക്ഷ്യവിഷബാധയും ഇതുപോലെ തന്നെ വെള്ളത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും പകരുന്നതാണ്. ആശ്വാസം എന്ന് പറയുന്നത് ഒരു 99% പരിപാടികളും വളരെ ഭംഗിയായിട്ട് തന്നെ കഴിയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഒറ്റപ്പെട്ട കേസുകൾ
എനിക്കൊന്നിപ്പോൾ ഈ അടുത്ത ഈ ഇളയത്തട്ട ആ ഒരു ഭാഗത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതൂർ അമ്പലത്തിലും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട വിഷയങ്ങൾ കാണുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അത്തരം വിഷയങ്ങൾ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ശുദ്ധമായ ജലം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് 100% ശുദ്ധമായ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന വെള്ളത്തെ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തിളപ്പിക്കുക എന്നുള്ളത് നമുക്ക് വെള്ളത്തിൽ അണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായൊരു മാർഗമാണ്. എന്നാൽ ലാർജ് സ്കെയിലാകുമ്പോൾ അല്ലെ മൊത്തത്തിൽ വലിയൊരളവ് വെള്ളം നമുക്ക് ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ക്ലോറിനേഷൻ എന്നൊരു മാർഗമാണ്. പലർക്കും ചിലപ്പം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടം വരില്ല എങ്കിൽ പോലും വളരെ കുറഞ്ഞ ചെലവിൽ വളരെ ഫലപ്രദമായിട്ട് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ക്ലോറിൻ, അല്ലെങ്കിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ജലവും നമുക്ക് ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യേണ്ടി വരും. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഇടയ്ക്ക് ഈ പരിപാടിയുടെ ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യേണ്ടി വരും. ഇന്നലെ ഒരു ഘട്ടം ക്ലോറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായിട്ട് വെള്ളം എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യേണ്ടി വരും. അത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതോടൊപ്പം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ഗ്ലാസും പ്ലേറ്റും തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുക. സ്റ്റീമിംഗ് ഒക്കെയാണ് ഏറ്റവും, അത് നമുക്ക് പ്രായോഗികമല്ല. എന്നാലും തിളച്ച വെള്ളത്തിൽ മുക്കി പ്ലേറ്റ് ആൾക്കാർ കഴുകിയ പ്ലേറ്റും ഗ്ലാസും പിന്നെ ഒന്നൊരു തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് എടുത്താൽ അതൊരു പൂർണ്ണമായിട്ടും നമുക്ക് അണുവിമുക്തമായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പരിചയസമ്പന്നരായ ആൾക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ആൾക്കാർക്കെല്ലാം ഹെൽത്ത് കാർഡുണ്ട്. ഫുഡ് സേഫ്റ്റി നിയമമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഹെൽത്ത് കാർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചിട്ട് നമുക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന വോളണ്ടിയർമാർക്ക് എല്ലാവർക്കും അത് എടുക്കുക എന്ന് പറയുന്ന അത്ര പ്രായോഗികമല്ല. എന്നാൽ പോലും അവർ ആഹാരം തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പുന്നവരെല്ലാവരും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. ക്യാപ്പ് ഉപയോഗിക്കുക. അതുപോലെ ആഹാരം വിളമ്പുന്നതിന് മുമ്പ് കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകാനൊക്കെയുള്ള ഹാൻഡ് വാഷോ സോപ്പോ മറ്റ് സൗകര്യങ്ങളെല്ലാം കമ്മിറ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറെ മറ്റു കാര്യങ്ങൾക്കെങ്ങാനും പോയിട്ട് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വീണ്ടും കൈ കഴുകിയിട്ട് തന്നെ. കാരണം നമ്മൾ ചെയ്യുന്ന ആഹാരം കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും നമ്മൾ ആ ശുചിത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു എന്തായാലും മനസ്സിലൊരു മന്ത്രം പോലെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശുചിത്വം ഒരു മന്ത്രമായിരിക്കണം. അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കാരണം നമ്മൾ മുഖാന്തരം വേറൊരാൾക്ക് അസുഖമോ വേറൊരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും വരാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തിരക്ക് കൂടുമ്പോൾ പലപ്പോഴും ആൾക്കാർ കൈ കഴുകാൻ മടിക്കാറുണ്ട് അല്ലേ? നമ്മൾ കല്യാണ സ്ഥലത്തൊക്കെ പോയിട്ട് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കുന്നത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ക്യൂവും പെട്ടെന്ന് തിരക്കും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി കഴിയുന്നുണ്ട്. കഴിച്ചതിന് ശേഷമാണ് പലപ്പോഴും ടാപ്പ് എവിടെയാണ് ആൾക്കാർ കൈ കഴുകാൻ ആൾക്കാർ. അപ്പോൾ നമുക്കിവിടെ ഈ ക്യൂവിനോട് ചേർന്ന ഒരു കൈ കഴുകാനുള്ള ടാപ്പും കൂടെ അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്യൂവിനോട് ചേർന്നിട്ട് ആൾക്കാർ ക്യൂവിൽ പോകുന്ന ആൾക്കാർക്ക് കൈ കഴുകാൻ, ആഹാരം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ അവിടെ ആയിരിക്കരുത് സൗകര്യം. അത് പ്രത്യേക സൗകര്യം നമ്മൾ ഉറപ്പുവരുത്തും. അതല്ലാതെ 1-2 ടാപ്പ് ക്യൂവിലുള്ള ആൾക്കാർക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരിച്ചാൽ നന്നായിരിക്കും. കാരണം അവരുടെ കയ്യിൽ അഴുക്ക് കൊണ്ടോ ചെളിയോ കൊണ്ടോ അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിട്ട് നമ്മുടെ ആഹാരത്തെ കുറ്റം പറയുന്ന സാഹചര്യം വരും. കാരണം ആഹാരം എത്ര വളരെ നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാലും തയ്യാറാക്കിയാലും വിതരണം ചെയ്താലും ആഹാരം കഴിക്കാൻ വരുന്ന ആളുടെ കൈക്ക് ശുചിത്വമില്ലെങ്കിൽ, അയാൾ വൃത്തിയായിട്ട് കൈ കഴുകിയില്ലെങ്കിൽ അയാൾക്ക് രോഗമുണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാനുള്ള സംവിധാനം ക്യൂവിനോട് ചേർന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. നേരത്തെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞതുപോലെ അവരുടെ ക്യൂ നീളുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ വെയിലൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിനുള്ള മറയുള്ള സൗകര്യമൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ കുടിവെള്ളവും ആവശ്യാനുസരണം ശുദ്ധമായ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം. കാരണം ഇതൊരു ചൂട് സമയമാണ്. മറ്റു പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഇപ്പം പൊതുവെ മഴ കുറവാണ്. അടുത്ത കാലങ്ങളിലായിട്ട് മഴ കുറവാണ്. എനിക്ക് കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ജില്ലകളിൽ ഭാഗത്തൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെയും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂടും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യത്തിന് ശുദ്ധജലം കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മളുണ്ടായിരിക്കുക. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുക. കൈ കഴുകുന്ന വെള്ളം മറവ് ചെയ്യാനുള്ള സൗകര്യം നേരത്തെ കുഴി കുഴിച്ചിരുന്നു, തുടർന്നും അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യാനുസരണം അതിനുള്ള സൗകര്യം, മലിനജലം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. 10,000-കണക്കിന് പേർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ആ ഒരു ഗൗരവത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
പിന്നെ പരിസരങ്ങളിലും അനധികൃതമായിട്ടുള്ള കച്ചവടം, ഇത് കണ്ണിക്കുളങ്ങരയിലും അങ്ങനെയായിരുന്നു. ഐസ്ക്രീം പോലെയുള്ള കച്ചവടം പോലെയുള്ള ആൾക്കാരൊന്നും ആ കോമ്പൗണ്ടിലേക്ക് അടുപ്പിച്ചില്ല. അതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടും പ്രശ്നം വന്നാൽ ഫുഡിനെ കുറ്റം പറയും, ഐസ്ക്രീമിനെ കുറ്റം പറയില്ല, അല്ല ഐസ്ക്രീം കഴിച്ചു എന്ന് മറ്റും പറയും. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തും. ഇവിടെ ഒന്നാമത് ഇത്തരം അനധികൃത കച്ചവടങ്ങൾക്കുള്ള സ്ഥല സൗകര്യവും ഇല്ല. കണ്ണിക്കുളങ്ങരയെ അപേക്ഷിച്ച് ഒരല്പം കൂടി നമുക്ക് കുറവുള്ള മേഖലയാണിത്. അപ്പോൾ അതിൻ്റേതായ മുൻകരുതലുകൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു മെഡിക്കൽ ടീം ഇവിടെ ഉണ്ടായിരിക്കും, ഡ്യൂട്ടിയിലുണ്ടായിരിക്കും. എന്നാൽ എമർജൻസി ആയിട്ട് നമുക്ക് ആൾക്കാരെ പുറത്തോട്ട് കൊണ്ടുപോകേണ്ടി വരുവാണെങ്കിൽ വാഹന സൗകര്യം അല്ലെങ്കിൽ ആംബുലൻസ് സൗകര്യം കമ്മിറ്റിയുടെ വകയായിട്ട് ഏർപ്പാട് ചെയ്യേണ്ടതായിരുന്നു. കണ്ണിക്കുളങ്ങരയൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ആവശ്യം വന്നിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പാചകപ്പുരയിലൊക്കെയാണെന്ന് തോന്നുന്നു സുഖമില്ലാതെയൊക്കെ വന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയും മറ്റും ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് ചെറിയൊരു പ്രദേശത്ത് വളരെ കൂടുതൽ ആൾക്കാർ തങ്ങി നിൽക്കുമ്പോൾ പൊതുവേ അവിടുത്തെ ഒരു അന്തരീക്ഷ താപനില കൂടും, പെട്ടെന്ന് ആൾക്കാർക്ക് ക്ഷീണം വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ വാഹന സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ് നേരത്തെ തന്നെ. ഇതൊക്കെയാണ് പൊതുവെ പറയാനുള്ളത്. അതായത് നമ്മൾ ഈ ശുചിത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. വെള്ളം ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ഉപയോഗിക്കുക, വെള്ളം സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഹാൻഡ് വാഷ് ചെയ്യുക. അത് നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷമായാലും ആഹാരം കഴിക്കുന്നതിന് മുമ്പായാലും അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായാലും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യവും നമ്മൾ ഹാൻഡ് വാഷ് സൗകര്യവും നമുക്ക് വോളണ്ടിയർമാർക്കും പാചകപ്പുരയിലും മറ്റും നമ്മൾ അറേഞ്ച് ചെയ്യുക. രണ്ടുപേരും സംസാരിച്ചു. അതുപോലെ തന്നെ ഹെൽത്ത് ഓഫീസറും കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയേറെ ആളുകൾ കൂടിയാലും ചെറിയൊരു അപശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ അത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയന്മാരിൽ നിന്നായിരിക്കണം നമ്മൾ എന്തെങ്കിലും പ്രലോഭനം ഉണ്ടായി നമ്മൾ ഗാന്ധി പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഈ ചെറുപ്പത്തിൽ മറ്റേ ചോട്ടിനും അടിച്ചോ എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് എന്ന് പറയാം. ഒരു താരം പറയാം, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തറവാട്ടിൽ വയനാട്ടിൽ ദൈവം കെട്ടിനടുത്ത് ഒരു വളണ്ടിയർ നായാട്ട് സംഘത്തെ സ്വീകരിക്കുന്നതിന് പകരം അവരെ ഒരു പ്രകോപനം വരുന്ന രീതിയിലുള്ള അങ്ങോട്ടൊരു പെരുമാറ്റം വളണ്ടിയർ വന്നു. എന്നുവെച്ചാൽ ഒരു നായാട്ട് സംഘത്തിൽ വന്ന ആളെ കൈകാര്യം ചെയ്തു ഒരു വളണ്ടിയർ. ആ പരാതി വന്നത് നമ്മളെത്തിയാണ്. കാരണം എൻ്റെ ബന്ധുക്കൾ ആ കാര്യത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, കാലത്തൂർ നായാട്ട് സംഘമാണ് വന്നത്. മറ്റേടുമല്ല എല്ലായിടത്തേക്കേക്കര തറവാട്ടിലായിരുന്നു സംഭവം. ഒരിക്കൽ പാടില്ലാത്തതാണ്. അവസാനം അവരെ വളണ്ടിയർ അവർ തിരിഞ്ഞു പോകുന്നില്ല. അവരുടെ വെറുതെ ഞാൻ വിടില്ല, ഞങ്ങൾക്ക് കിട്ടിയ വേദന അവനെ അറിയുന്നില്ല. ആ രീതിയിലേക്ക് എത്തി. ഞാൻ അവരെയും വിളിച്ച് ഇവരെയും വിളിച്ചിട്ടായിട്ട് അവസാനം ഫോണോട് ഞാൻ മാപ്പ് പറയിപ്പിച്ചു. ഈ ചെയ്ത് കഠിനമായ തെറ്റാണ്, അതുകൊണ്ട് അവരെ അപമാനിതരായി ആയിട്ടില്ല, അവരെ മാപ്പ് പറഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിച്ചത്. അങ്ങനെയൊന്നും വരാൻ പാടില്ല. നമ്മളെ ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിലെ ഉത്സവമാണ്. എവിടെ കഴിയുന്നു എന്നുള്ളതല്ല, നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർ വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന തറവാട്ടിലെ വയനാട്ടിലെ ദൈവം കെട്ട് വളരെയേറെ ഭംഗിയോടുകൂടി നടന്നു എന്ന് പറയിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും, നമ്മളെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും അതുണ്ടാവണം എന്നുള്ള ഞാൻ എത്രയോ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ച് സൂചിപ്പിച്ച പല വിഷയങ്ങളിൽ അതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന മാത്രമാണ്. നമ്മുടെ തൃക്കണ്ണാളപ്പൻ്റെ സുഹൃത്തിനകത്ത് പാലക്കുന്ന് ഘടകത്തിൻ്റെ ഉദുമ വടക്കേക്കര പ്രാദേശിക സമിതിയിൽപ്പെട്ട ഉദുമ കുറുക്കുന്ന തറവാട്ടിലാണ് ഈ തെയ്യക്കെട്ട് നടക്കുന്നത്. എനിക്ക് തെയ്യക്കെട്ടിന്റെ ബാലപാഠം തന്നെ 1975 നടന്ന വളരെയേറെ ഭയാഭക്തിയോടുകൂടി അന്നല്ലേ തലമുറക്കാർ, ഇന്നത്തെ ഈ യുവ ജനങ്ങളെല്ലാം അന്നത്തെ കാര്യങ്ങളൊക്കെ നടത്തിയാൽ മൺമറഞ്ഞുപോയ കുറേ മഹാത്മാക്കളുടെ സേവനമായിരുന്നു ആ തെയ്യക്കെട്ടിന് ഉണ്ടായ വിജയം. അവിടത്തേക്ക് നമ്മൾ എത്തണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ദേവീദേവന്മാരോടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അത് തോന്നുന്നു.